ഹലോ. കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ അധികരിച്ചിട്ടുണ്ട്. വർഗീയത ഉണ്ടാക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതും ഇത് രണ്ടും ഒരേ ആൾക്കാരാണ്. ഈ ലഹരി ഉണ്ടാക്കി എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതും വർഗീയത ഉണ്ടാക്കി എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതും എല്ലാം ഒരേ നാണയത്തിൻ്റെ രണ്ട് വശമാണ്. ഒന്ന്, അവർക്ക് മുസ്ലിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആർ എസ് എസ്സുകാരെയും ബി ജെ പിക്കാരെയും അല്ലെങ്കിൽ മറ്റു മതസ്ഥരെയൊക്കെ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് വരുത്തി തീർക്കലാണ് ഇവരുടെ ഒന്നാമത്തെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് എക്സ് മുസ്ലിമോ അല്ലെങ്കിൽ ആർ എസ് എസ്, ബി ജെ പി ഇങ്ങനെ അവരുടെ അടുത്ത് പോയിട്ട് പറയും മുസ്ലിങ്ങൾ അങ്ങനെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, അതാണ് ഇതാണ് ഒക്കെ. നേരെ തിരിച്ചിട്ട് മുസ്ലിങ്ങളടുത്ത് വന്നിട്ട് തിരിച്ചിട്ട് ആർ എസ് എസ് അങ്ങനെയാക്കുന്നു, ആർ എസ് എസ് ഇങ്ങനെയാക്കുന്നു, ക്രിസ്ത്യാനികൾ അങ്ങനെയാക്കുന്നു, ക്രിസ്ത്യാനികളൊക്കെ ഇതൊക്കെയുള്ള ഓരോ വീഡിയോസും അതും ഇതും ഓരോ ഐഡൻറ്റിറ്റിയിലും ഷെയർ ചെയ്യലാണ് ഇവരുടെ ഇപ്പോഴത്തെ പണി. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. മുസ്ലിം പേരിൽ ഒരുപാട് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങൾക്ക് എതിരെ ഒരുപാട് ഇസ്ലാമിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങളും അതും ഇതും ഒരു നോൺ മുസ്ലിം കേട്ട് കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കുന്ന പോലത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ ഇസ്ലാം മതത്തിനെതിരെ ഇസ്ലാം മതത്തിൻ്റെ കോലത്തിൽ രംഗത്ത് വന്നിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് മുസ്ലിങ്ങളുടെ അടുത്ത് വന്നിട്ട് മുസ്ലിങ്ങളുടെ വന്നിട്ട് മുസ്ലിങ്ങളായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെള്ളം കലക്കിയിട്ട് നശിപ്പിക്കലാണ് അവരുടെ ഉദ്ദേശം. ആ ഉള്ള സമയത്ത് പരമാവധി കഞ്ചാവും മയക്കുമരുന്നും അതും ഇതൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കലും നാട് നശിപ്പിക്കലും അല്ലാതെ വേറൊരു ഉദ്ദേശം അവർക്കില്ല. കാരണം അവർക്ക് ലക്ഷ്യമില്ല. ലോകം ഇങ്ങനെ തനിയെ ഉണ്ടാകുന്ന ദൈവം ഇങ്ങനെ ഉണ്ടായത് മറ്റേത് അങ്ങനെ ഇങ്ങനെ എല്ലാം നശിച്ചു പോയാലും സന്തോഷിക്കലും അല്ലാണ്ട് വേറൊന്നും ഇല്ല അവർക്ക്. പരമാവധി എല്ലാം നശിച്ച് കാണുക, നശിപ്പിക്കുക. ലോകം ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു ക്രമസമാധാനം അതും ഇതും എല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ട് ലോകത്ത് പ്രശ്നങ്ങൾ മാത്രം സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വരുമാനം കൊണ്ട് നക്കി ജീവിക്കലാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. ഇന്ത്യ വളരെയധികം മോശമായിട്ട് ദിവസം കഴിയുന്തോറും കേരളത്തിൽ പോലും ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഉത്തരവാദി പിന്നിൽ ഇവർ ഇസ്രായേൽപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പോലും പോയിട്ട് പറയുന്നത് നമ്മൾ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ നമ്മളെ സഹായിക്കണം, ആ കോലത്തിലുള്ള അതിനൊക്കെ വിദേശ യാത്ര നടത്തിയ കഴുതകളടക്കം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പല സ്ഥലത്തുനിന്ന് ഇവർ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ നാടകങ്ങളും ഓരോരോ കോലത്തിലും ഓരോ സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാതെ നാട് എത്രയും പെട്ടെന്ന് നശിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യാം. അതാണിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാനും എല്ലാവരും അവരവരുടെ മതങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ. എന്നിട്ട് ഇത്തരം തെമ്മാടികളെ തിരിച്ചറിയുക, എന്നിട്ട് നല്ലോണം കൈകാര്യം ചെയ്യാം. ഇനി ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിൽക്കുന്നത്, ഈ നിരീശ്വരവാദികൾ ഇങ്ങനെ അടിയുണ്ടാക്കുന്ന ആളെ കിട്ടിക്കഴിഞ്ഞാൽ വിടാൻ പാടില്ല. നല്ലോണം പെരുമാറിക്കാൻ. പിന്നെ ഈ തോന്നൽ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഓക്കെ. വർഗീയത ഉണ്ടാക്കാനുള്ള തോന്നൽ ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പാടില്ല. മറ്റ് മതസ്ഥരെ ആരെങ്കിലും കുറ്റം പറയുന്ന എന്തെങ്കിലും ഒരു വീഡിയോ പറയുന്ന ആളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കാണുന്നിടത്ത് വെച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ആവർത്തിക്കില്ല. ഒരു മതമില്ലാത്ത അവൻ്റെ കോലത്തിൽ നടന്നോട്ടെ, മറ്റുള്ള ആളുകളെ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. അതുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി നല്ലോണം പെരുമാറിക്കുക. ഒരാളെ കണ്ടാലും ഒരു 100 ആളെ കണ്ടാലും എത്ര ആളെ കണ്ടാലും പരമാവധി പെരുമാറിക്കും. എന്നാലേ നാട് നന്നാവുള്ളൂ. കാരണം ഇത്തരം നിരീശ്വരവാദികളാണ് നാട് കുട്ടിച്ചോറാക്കിയിട്ട് ഇനി അങ്ങോട്ട് ഒരു ഇതില്ല, നശിക്കാനുള്ള ബാക്കിയില്ലാത്ത കോലത്തിലേക്ക് ആയി മാറിയിട്ടുണ്ട് നാട്ടിൻ്റെ അവസ്ഥ. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ കുട്ടികളെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടിലാക്കാനുള്ള ID ഫോളോ ചെയ്തിട്ടൊക്കെയുള്ള ഓരോ പേര്, ഓരോ ID, ഓരോ ലൊക്കേഷൻ, ഓരോ റിലീജിയൻ, അതൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഓരോ തരത്തിലുള്ള സെർച്ചും അതിനുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെയുള്ള ടെക്നോളജി ലെവലിൽ അഡ്വാൻസ്ഡ് ലെവലുള്ള എല്ലാ ക്രിമിനൽ ലെവലുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ കുട്ടികളെല്ലാവരും വളരെയധികം
പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നതിലും ഓരോ വീഡിയോസ് കാണുന്നതിലും എല്ലാവരും പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.